ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരും വിഷുവും കാര്യങ്ങളൊക്കെ? എല്ലാവരും നന്നായി സെലിബ്രേറ്റ് ചെയ്തോ? ഞങ്ങളിവിടെ ചെറിയ തോതിലൊക്കെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് ഓഫാണല്ലോ എല്ലാവർക്കും, ഈസ്റ്ററൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ അടുത്തുള്ളൊരു ടുലിപ്സ് ഗാർഡനിൽ പോവാന്ന്. നമുക്ക് പോയി നോക്കിയാലോ ഒന്ന് ടുലിപ്സ് ഗാർഡനിൽ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഞങ്ങൾ വാർവിക്ഷയറിലുള്ള ടുലിപ്സ് ഗാർഡൻ എന്നിട്ടുള്ള ഗാർഡനിലാട്ടോ പോയത്. ഇവിടുന്ന് ഒരു 45 മിനിറ്റ്സിന്റെ ഡ്രൈവ് ഉണ്ടാവും. പക്ഷെ എൻ്റെ ഓർമ്മയിൽ 50 മിനിറ്റ്സ് എന്നായിരുന്നു. ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഇങ്ങനെ വേഗിറങ്ങ് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത് എന്തിനാണ് ഇത്രയും നേരത്തെ ഇറങ്ങണത്, കാരണം നമുക്ക് 15 മിനിറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോഴാണ് ഹസ്ബൻഡ് പറയണത് 45 മിനിറ്റ്സ് ഉണ്ട് എന്ന്. അങ്ങനെയാണ് ഞാൻ വേഗം ചാടിപ്പടഞ്ഞ് ഇറങ്ങിയത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് 4:30 ആയിരുന്നു ടൈമിംഗ് ഈവനിങ്ങിലെ. ഞങ്ങൾ എന്തോ ഭാഗത്തിന് 5 മിനിറ്റ്സ് മാത്രമേ ലേറ്റ് ആയുള്ളൂ. പോണ വഴിയൊക്കെ നല്ലതായിരുന്നു കേട്ടോ. ആദ്യം M5-ലൂടെയാണ് പോയത്, പിന്നെ കുറച്ച് കുഞ്ഞു റോഡിലൂടെ. എനിക്ക് തോന്നുന്നു ഇതൊരു കൺട്രി സൈഡ് ആണ് തോന്നുന്നു. അങ്ങനെ ഒരാൾക്ക് 13 to 16 ആണ് പൗണ്ട് വരുന്നത്. പോണ വഴിക്ക് ഇങ്ങനെ കുറെ യെല്ലോ ഫ്ലവേഴ്സിന്റെ ഒക്കെ ഗാർഡൻ ഉണ്ടായിരുന്നേ. എൻ്റെ കുറെ ഫ്രണ്ട്സൊക്കെ ഇതുപോലത്തെ ഒരു വേറെ സ്ഥലത്ത് ഒരു ഗാർഡനിൽ പോയിണ്ടായിരുന്നു. പക്ഷെ അത് കുറച്ചൊക്കെ ഇങ്ങനെ ഒരു കാണാനേ ഉള്ളത്. ഞങ്ങൾ ചോദിച്ചു കുറെ അങ്ങ് ദൂരെ പോകുമ്പോൾ നന്നായി കാണാൻ പറ്റുമായിരിക്കുന്നു. പക്ഷെ അവർ നന്നായി കവർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പിന്നെ ആ ഗാർഡനോട് അടുത്ത് തന്നെ ഹോഴ്സ് റൈഡിങ്ങിന്റെ ഒക്കെ കുറെ എന്റർടൈൻമെന്റിനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടുലിപ്സ് ഗാർഡൻ നല്ല രസമായിരുന്നു. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഓരോ ബക്കറ്റിലൊക്കെ ഇങ്ങനെ പല ഡിഫറെന്റ് കളേഴ്സ് ഫ്ലവേഴ്സ് പ്ലാന്റ് ചെയ്തതാണ് കണ്ടിട്ടുള്ളത്. ഇതാണ് കേട്ടോ അത്. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ബാക്കിൽ കാണണ്ടാവും ഒരു വീട് പോലെ ഷെഡ് കെട്ടിയിരിക്കുന്നത്. അതാണ് എൻട്രി കേട്ടോ. പക്ഷെ നല്ല രസമായിരുന്നു. ചില ഫ്ലവേഴ്സ് ഒക്കെ നല്ല വിടർന്ന ഫ്ലവേഴ്സ്, അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. പ്രത്യേകിച്ച് എനിക്ക് അവിടെ ഒരു വെള്ള ഫ്ലവർ ഉണ്ടായിരുന്നു അവിടെ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ എനിക്ക് ഓവറോൾ തോന്നിയത് ഇങ്ങനെ ഈ ഗാർഡൻ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. കാരണം ഭയങ്കര കളർഫുൾ അല്ലേ. പക്ഷെ ഓരോ റോ ആയിട്ട് എടുക്കുമ്പോൾ മൾട്ടി കളർ ഫ്ലവേഴ്സ് പ്ലാന്റ് ചെയ്തത് കാണാനാണ് എനിക്ക് കൂടുതൽ ഭംഗി തോന്നിയത് കേട്ടോ. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫോട്ടോ എടുപ്പും ഷോയൊക്കെ ഉണ്ടാവുമല്ലോ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലാക്കി ഒരുപാട് മലയാളീസ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത്രയും മലയാളീസിനെ അവിടെ എക്സ്പെക്ട് ചെയ്തില്ല. ഇതും മലയാളീസും ഇന്ത്യൻസും ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കോർണേഴ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ ഫോട്ടോയൊക്കെ എടുത്തിട്ടൊക്കെയാണ് ഞങ്ങൾ വന്നത്. പോയത് ലേറ്റായി പോയത് കൊണ്ട് പെട്രോൾ അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ പോണ വഴിക്ക് എവിടെയും വണ്ടി നിൽക്കുമോ എന്നൊക്കെ ടെൻഷൻ അടിച്ചിട്ടാ പോയിണ്ടായിരുന്നത്. എന്തോ ഭയത്തിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. തിരിച്ചു വരുമ്പോൾ വേറൊരു വഴി കൂടെ വന്നിട്ട് പെട്രോളൊക്കെ അടിച്ചിട്ടാട്ടോ വന്നത്. ഈ വീഡിയോയിൽ ഈ കാണുന്ന ഈ വൈറ്റ് ഫ്ലവർ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അവിടെ കഫ്റ്റേരിയ ബാർബിക്യൂ ഒക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി അങ്ങനെയൊക്കെയാണ്. നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാർബിക്യൂ ഒക്കെ ചെയ്യാം. ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാനൊന്നും ഇല്ലാണ്ടാ പോയത്. കൺട്രി സൈഡ് ആയതുകൊണ്ട് ഈ നാച്ചുറൽ ബ്യൂട്ടിയും ഭയങ്കര കൂടുതലായിരിക്കും. എനിക്ക് ഗാർഡനിങ് അത്ര ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷെ പൂക്കളൊക്കെ കാണാൻ നല്ല ഇഷ്ടമാണ്. ഞാൻ പിന്നെ പോയ കുറച്ച് ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൂക്കൾ പൂക്കും തരുണം മാറുയിരേ பார்த்ததாருமில்லை புலரும் காலை பொழுதை முழுமதையும் பிறந்த போவதில்லையே நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போகவில்லை எதுவும் பேசவில்லையே இன்றேனோ எதுவும் தோன்றவில்லை இது எதுவோ இரவும் விடியவில்லை அது விழுந்தால் பகலும் முடியவில்லை பூந்தளிரே നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ.